വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു വ്ളോഗ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലത്തെ ഉച്ചക്കത്തെയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി ഒന്ന് പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഓഫീസും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ലീവായിരിക്കുമല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ സുബസ്കാരം കഴിഞ്ഞിട്ട് കിടന്നിട്ട് ഒരു 10-11 മണിക്കാട്ടോ പിന്നെ എണീക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നേന്ത്രപ്പഴം ഉലർത്തിയതാണ് കേട്ടോ, അതായത് നേന്ത്രപ്പഴം വാട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 3 എണ്ണം. പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിലൊരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടത്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രാവിലെ നമ്മൾ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും ഇതുപോലെയല്ല. അപ്പോൾ അന്ന് നമ്മൾ കുറച്ച് എണീക്കാനൊക്കെ ഒന്ന് വൈകിയത് കാരണം പെട്ടെന്ന് ഇതാക്കിയെടുത്തു തന്നെ ഉള്ളൂ. ചായ ഇതാ തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ചെറിയ മോൻ അക്കിഫിൽ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അവന് നേരത്തെ തന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനും ഇതൊന്ന് കഴിക്കട്ടെ. റിസുവിന് രാവിലെ നേരത്തെ തന്നെ ഓൺലൈൻ ക്ലാസ് തുടങ്ങും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ ഒന്ന് കിടക്കാറാണ്. അപ്പോൾ ഇന്നും എനിക്ക് കടന്നിട്ടൊന്നുമില്ല. ഡ്രോയിങ് ബുക്ക് എടുത്തിട്ട് എന്തൊക്കെയോ വരച്ചു കൂട്ടുകയാണ്. ഇനി മമ്മൂട്ടിനെ വരച്ചത് ഞാൻ കാണിച്ചത് ആയിട്ടില്ലെങ്കിലും ഇവൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു മമ്മൂട്ടി. പോക്കിരി രാജ്യത്തെ മമ്മൂട്ടി അത്രേ. ആണല്ലേ ഇത് പൊണ്ണ. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിലേക്ക് ഇട്ട് വെക്കുകയാണ്. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് വിരിച്ചിട്ടാൽ മതിയാവുമല്ലോ. ഇനി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ചിട്ട് അതിലേക്ക് അരി കഴുകിയിടണം. ടൈം ഇപ്പോൾ തന്നെ ഒരു 11:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 1.5 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാം ശരിയാക്കണം എന്നുള്ള രീതിയിൽ കുറച്ച് കറികളും ഒക്കെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പീസ് ഒരു 1/4 ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു നേരത്തേക്ക് മാത്രമാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. കാരണം രാത്രി നമ്മൾ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കറി വേസ്റ്റ് ആക്കണ്ടല്ലോ. ചിലപ്പോൾ കറി ബാക്കി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മോരൊഴിച്ച കറിയൊന്നും നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ പച്ചക്കായം കൂടി ഇട്ട് വെക്കണം എന്ന് വിചാരിച്ചിരുന്നു. പച്ചക്കായം നോക്കുമ്പോൾ ഒന്ന് വാടിയിട്ടൊന്ന് പഴുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് മാത്രം വെച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇത് വെക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. ഇങ്ങനത്തെ കറികളൊക്കെ എനിക്ക് മൺചട്ടിയിൽ വെക്കുന്നതാണ് ഇഷ്ടം. ഈ സാമ്പാർ, അതുപോലെ തന്നെ കുമ്പളങ്ങ, അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇട്ടെടുത്തിട്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊന്നും ഇതിലേക്ക് ഇടില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പം ഇനി ഇത് വേവിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. പിന്നെ ചോറിലേക്ക് മമ്പയറാണ് വെക്കുന്നത്, അതായത് വൻപയർ കേട്ടോ. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിങ്ങനെ വെച്ചിട്ട് വെറുതെ അങ്ങനെ ഉള്ളിയിട്ട് മുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ.
അപ്പോൾ അതാക്കിയെടുക്കാം. ഇതിന് കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. മമ്പയർ കുതിർത്തി എടുക്കുകയാണെങ്കിൽ ഒരു 4-5 വിസിലുകൊണ്ട് തന്നെ അത് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് കുതിർത്തി എടുത്തിട്ടില്ല, അപ്പോൾ അത് കാരണം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലോണം വിസിലടുപ്പിച്ച് എടുക്കേണ്ടി വരും. പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കട്ടെ. കറിയിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ചിരവി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അരമുറി തേങ്ങ കേട്ടോ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. മമ്പയറും അല്ല കേട്ടോ വിസിലെടുക്കുന്നുണ്ട്. ഇനി ഈ അരമുറി തേങ്ങ ചിരവി എടുക്കട്ടെ. ഇതിലേക്ക് ഒരു 2-3 ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ അതൊന്ന് തൊലിച്ചെടുക്കുകയാണ്. മിക്സിയുടെ ജാറെടുത്തിട്ട് ഈ തേങ്ങയും ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് പുളിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ തൈരിന് അധികം പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വളരെ കുറച്ച് പുളിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല നമ്മൾ നാട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു കറിൻ്റെ ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ തൈരും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലോണം അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. സാധാരണ ഇതിലേക്ക് പൊടി കലക്കി ഒഴിക്കലുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യലുണ്ട്, ഒന്നുകൂടി ഒന്ന് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി, അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അരപ്പിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് കലക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം കുറുകിയ കറി തന്നെയാണുള്ളത്. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനൊക്കെ നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ മസാലയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളകും പൊടി, ആവശ്യത്തിന് ഉപ്പ്, കായപ്പൊടി ഇട്ട് കൊടുക്കലുണ്ട്. ഞാനിവിടെ മീൻ പൊരിക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം അരമുറി നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കിയെടുത്തിട്ട് മീനിൽ കായം പുരട്ടി വെക്കാം. കായം പുരട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് കേട്ടോ. മസാലയാക്കി എടുക്കാം. അപ്പോൾ ഈ ഫിഷിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതാ മമ്പയർ ഇവിടെ വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ മമ്പയർ ഉള്ളി മൂപ്പിച്ചിടുന്നത്. അതായത് അതിൻ്റെ ചാറ് നല്ലൊന്ന് വറ്റിച്ചെടുക്കുന്നില്ല. അപ്പോഴേക്കും ആക്കിഫിനെ ഒന്ന് വിശന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അവന് ഇനി ഫുഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവന് രാവിലെ ചിലപ്പോൾ സെർലാക്ക് കൊടുക്കും, അല്ലെങ്കിൽ രാഗിപ്പൊടി കൊടുക്കും, കുറുക്കി കൊടുക്കും. അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് പൊടിച്ചു കൊടുത്തിട്ടുള്ള കായപ്പൊടിയാണ്. അപ്പോൾ അതാണ് കുറുക്കി കൊടുക്കുന്നത്. അപ്പോൾ അവന് ആ ഫുഡൊന്ന് കൊടുക്കട്ടെ. ഉച്ചക്ക് ഒരു നേരം ചോറ് കൊടുക്കലുണ്ട്. ചോറോ അല്ലെങ്കിൽ ചെറിയരിക്കഞ്ഞൊക്കെ വെച്ചിട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ ചോറാകുമ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ടാണ് കൊടുക്കൽ കേട്ടോ. അതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ചെറിയ പീസൊന്ന് പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അടിച്ചിട്ട് കൊടുക്കലുണ്ട്. അതാകുമ്പോൾ കുട്ടികൾക്ക് അതിന് ഉപ്പേരിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഉച്ചക്ക് അവന് ചെയ്ത് കൊടുക്കൽ. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവൻ റിസുവിൻ്റെ ഒപ്പം കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മമ്പയർ ഉള്ളി തൂമിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയാണ് ഇട്ട് എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ നല്ല മൂപ്പിച്ചിട്ട് അതിലേക്ക്
ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉണക്കമുളകൊന്ന് പൊട്ടി വന്നിട്ട് അതിലേക്ക് മമ്പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ, എന്നിട്ട് വേണം കേട്ടോ ക്ലീനിങ്ങും മറ്റൊക്കെ ചെയ്തെടുക്കാൻ. അങ്ങനെ ഫിഷും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറും വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കും വേണം. അതുപോലെ തന്നെ അടിക്കും തുടക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ. അപ്പോൾ ടൈം ഇപ്പോൾ 1 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫാസ്റ്റായിട്ടൊക്കെ ചെയ്തെടുക്കുകയാണ്. കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് അടിച്ച് വാരി തുടച്ചെടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പ്ലേറ്റും എല്ലാതും ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. കറിയൊക്കെ ആ മൺചട്ടി ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അതുപോലെ ആവില്ല കേട്ടോ. ചിലപ്പോൾ ഇതിലേറെ കൂടുതലുണ്ടാവും, ഇതിലേറെ കുറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല, ഇതിലേറെ കൂടുതൽ തന്നെ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അതിന് ശേഷം പിന്നെ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ചില സെറ്റിങ്ങൊക്കെ ചെയ്തെടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുകയാണ്. പിന്നെ വൈകിട്ട് നമ്മൾ ഒരു ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ പെരുന്നാളുടെ അന്നൊന്നും എവിടെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരെ മനസ്സിലൊരു പേടിയാണ്. അപ്പോൾ അത് കാരണം കുട്ടികളായിട്ടൊന്നും എങ്ങോട്ടും ഇറങ്ങാറൊന്നുമില്ല. ഇതിപ്പോൾ ഇവിടെ അടുത്ത് ഒരു പാർക്കിലൊന്ന് പോയി വരാമെന്ന് കരുതി. അവിടെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് പെട്ടെന്ന് തന്നെ പോരുണ്ടായിട്ടോ. പിന്നെ എനിക്ക് അധികം വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 1-2 ഫോട്ടോസ് ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും സാനിറ്റൈസർ കയ്യിൽ കരുതണമല്ലോ. അതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാൻ ടൈമൊന്നും ഉണ്ടാവില്ല വീട്ടിലെത്തുമ്പോഴത്തേന്. അപ്പോൾ പുറത്തുനിന്ന് ആക്കാം ഫുഡ് കരുതി. അപ്പോൾ മോന് പറഞ്ഞ് ബ്രോസ്റ്റ് മതിയെന്ന് കേട്ടോ. അപ്പോൾ ബ്രോസ്റ്റ് ആക്കി. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അൽബേക്കിനേക്കാൾ ഇഷ്ടം ഇതുപോലത്തെ ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ അതാക്കി. അപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മെഷീനിലേക്ക് ഇട്ടിട്ട് അലക്കാനായിട്ട് മെഷീനിലേക്ക് ഇട്ടു. അതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത്, അതായത് ബ്രോസ്റ്റ് കഴിക്കുന്നത്. ബ്രോസ്റ്റ് ഒന്നും ഇങ്ങനെ വാങ്ങിക്കലില്ല കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കലാണ്.
മൂന്ന് ബ്രോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ, ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നു. അപ്പോഴാണ് ഓരോ പ്രശ്നങ്ങളും പെട്ടെന്നുണ്ടായിട്ടുള്ള ഫ്ലൈറ്റ് അപകടവും ഒക്കെ ആകെ എല്ലാവരും മനസ്സിലൊരു സങ്കടമായിട്ട്, എന്താ പറയുക, ആകെ വിഷമമായിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ എനിക്കിത് അപ്ലോഡ് ചെയ്യാനും ഒന്നും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്ന് വൈകിയത് കേട്ടോ.